ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ പോകണം. ഇപ്പോൾ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് സീറ്റല്ലേ KSRTC ബസ്സിലും അതാ ഏത് ബസ്സിലായാലും അവർക്ക് സെപ്പറേറ്റ് ബോയ്സിനും ഗേൾസിനും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ഒരു ബസ് തന്നെ വേണമെന്നുള്ള നിവേദനമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം നിങ്ങൾ കണ്ടു കാണും. ഇന്ന് ആ പുള്ളി മരിച്ചല്ല, ഈസ് ബ്രൂട്ടലി കിൽഡ് ബൈ ദ സൊസൈറ്റി ബൈ ദ വീഡിയോയിലൊന്നും കണ്ടില്ല. ഞാൻ ആ വീഡിയോയിൽ തെറ്റായിട്ടും മോശമായിട്ടും ഒന്നും കണ്ടില്ല. ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോന്നും ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല. ഓരോ ചിന്താഗതിയും ഡീപ്പായിട്ട് ചിന്തിച്ച് പോകുന്ന ആൾക്കാർ അതുകൊണ്ട് ചിലപ്പോൾ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ടാവും. അതും സേഫ് അല്ലടാ. ഇപ്പോൾ ഒരു ബസ്സിൽ കയറി ഒരു ബസ്സിൽ പോയി യാത്ര ചെയ്യാൻ വരെ പേടിയായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ബസ്സിൽ പോയ തിരക്കുള്ള ബസ്സിൽ കയറാൻ പേടി, അതുപോലെ തന്നെ ഹമ്പുള്ളിടത്ത് കയറാൻ പേടി, സീനായി വരുവാണ്. പുള്ളിക്കാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. പുള്ളിക്കാരൻ തെറ്റ് ചെയ്തില്ലോ, പുള്ളിക്കാരൻ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. തെറ്റ് ചെയ്യാതെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്രയൊരു ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴായാലും ഓരോരുത്തർ ഓരോ കണ്ണിലൂടെ നോക്കുന്നുണ്ടാകും ഓരോരുത്തർ. കാരണം എല്ലാവരും കണ്ടൊരു വീഡിയോസ് ആയിരിക്കും അത്, ശരിക്കും പറഞ്ഞാൽ ആയിരിക്കും. അപ്പോൾ ആ അവസ്ഥ ഒന്ന് ആലോചിക്കുക, ആ പെയിനൊന്ന് ആലോചിക്കുക. ആ ഒരു 0.001 സെക്കൻഡിൻ്റെ തോന്നലാണ്. ആ അവസ്ഥയിലാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു സെപ്പറേറ്റ് ബസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നവരെ ഇങ്ങനെയുള്ള മരണങ്ങളും ഇങ്ങനെയുള്ള ആത്മഹത്യയൊന്നും കാണേണ്ടി വരികയില്ല. പിന്നെ നമ്മൾ ആണുങ്ങളൊട്ടും സേഫ് അല്ല. ആണുങ്ങളെ വശീകരിക്കാൻ കുറേ കുതിരകൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്നെ ഹോമിലേക്കിട്ട് പോയി. അവൻ ഇറങ്ങിയ സ്റ്റോപ്പിൻ്റെ പേര് കുണ്ടന്നൂർ. അപ്പോൾ എനിക്ക് അവൻ്റെ സ്വഭാവം മനസ്സിലായത്. സോ ആരും സേഫ് അല്ല, ആണുങ്ങളും സേഫ് അല്ല. ഒരു 19-60 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള കുറേ ഞരമ്പ് നമ്മുടെ വെയിൻസൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നവന്മാരല്ലേ, അവന്മാർക്കാണ് ഇത്ര വിഷമം.